കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മുന്നിലുള്ള റോഡാണ്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കും. ചുമരുകളിൽ രാഷ്ട്രീയക്കാർ അവരുടെ പരസ്യങ്ങൾ, അവരുടെ ഇലക്ഷനൊക്കെ വരുന്നുണ്ടാവും, അതിൻ്റെ കാര്യങ്ങൾ എഴുതി. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. കണ്ണൂർ സെൻട്രൽ ജയിൽ തടവുകാരുടെ ഭക്ഷണം കണ്ണൂരിൽ പൊതുവെ ഫേമസാണ്. യാത്രക്കാർക്കും മറ്റും പാക്ക് ചെയ്ത് തരുന്ന ആ ഒരു ഭക്ഷണം വലിയ ഉപകാരമാണ്. പക്ഷേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഒരു സൗകര്യം അവർ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു വാഹനം കൊണ്ടുവച്ചാൽ തളിപ്പറമ്പിലും മറ്റും ആ സൗകര്യം കണ്ടു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ അവരുടെ ഒരു ഡെലിവറി വാഹനം കൊണ്ടുവച്ചാൽ ദീർഘദൂര ഹ്രസ്വദൂര യാത്രക്കാർക്ക് അത് വലിയ ഉപകാരമാണ്. അവരുടെ ചപ്പാത്തിയും അവരുടെ പാക്ക് ചെയ്ത കറികളും മറ്റും ബിരിയാണി എല്ലാ ഐറ്റംസും ഉണ്ട്. അത് കിട്ടുകയാണെങ്കിൽ യാത്രക്കാർക്ക് അല്പം സേഫ്റ്റിയുള്ള സുരക്ഷിതമായ ഭക്ഷണം കഴിക്കാമായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു സൗകര്യം എന്തുകൊണ്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഒരു വാഹനം നിർത്തിയാൽ നന്നായി സെയിൽസും ഉണ്ടാവും, യാത്രക്കാർക്കത് വലിയ ഗുണവും. കാരണം ഇവിടെ ഒന്നും നല്ലൊരു ഫുഡ് കിട്ടാൻ സൗകര്യമില്ല. അവരുടെ ഈ ഭക്ഷണം കിട്ടുകയാണെങ്കിൽ ഭക്ഷണം മാത്രമല്ല വെള്ളവും, 10 രൂപയ്ക്ക് വെള്ളവും കിട്ടുന്ന ഒരു സൗകര്യമുണ്ടാകും. ഇത് വാങ്ങി അത്യാവശ്യം ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാർക്ക് വലിയ ഉപകാരപ്രദമാവും. പക്ഷേ എന്ത് ചെയ്യാം, കിട്ടാനില്ല. അതിൻ്റെ സൗകര്യം അധികൃതർ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനാണ് ഈ വീഡിയോ. അല്ലാതെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനെ കാണിക്കാനോ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ കാണിക്കാനോ അല്ല ഈ വീഡിയോ ഞാൻ എടുത്തത്. ഇവിടെ ഒരു സ്ഥലത്തും അവർ വണ്ടി വെച്ചിട്ടില്ല, ഡെലിവറി സെയിൽസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം അധികൃതർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. ഒരു കാലിന് വയ്യാത്ത ഒരു കാക്കയുടെ വണ്ടിയാണ്. ചെറിയൊരു സഹായം ചെയ്ത് തള്ളിക്കൊടുത്തു. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു സൗകര്യം യാത്രക്കാർക്ക് ചെയ്തു കൊടുക്കണമെന്ന് ജയിൽ അധികൃതരോട് വിനീതമായി അപേക്ഷിക്കുന്നു.